നമസ്കാരം. ബിരുദ വിദ്യാർത്ഥിയും പടയണി കലാകാരനുമായ ഇലന്തൂർ സ്വദേശി ആനന്ദ് സന്തോഷ് നിർമ്മിക്കുന്ന പടയണിക്കോലങ്ങളുടെ മിനിയേച്ചർ ശ്രദ്ധേയമാവുകയാണ്. പടയണിക്കളത്തിൽ ദേശദേവതയ്ക്ക് മുന്നിൽ തുള്ളിയുറയുന്ന പടയണിക്കോലങ്ങളുടെ ചെറുമാതൃകകൾ പടയണി പഠിതാക്കൾക്കും ഏറെ പ്രയോജനം ചെയ്യും. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമായ പടയണി ഇലന്തൂരിലെ യുവതലമുറയ്ക്ക് ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. വ്രതനിഷ്ഠയോടെ പടയണി കലാകാരന്മാർ പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ച് പച്ചപ്പാളയിൽ വരച്ചെടുക്കുന്ന പടയണിക്കോലങ്ങൾ 2-3 ദിവസം മാത്രമേ നിലനിൽക്കൂ. എന്നും കാണാൻ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന പടയണിക്കോലങ്ങളുടെ ചെറുമാതൃകകൾ സൃഷ്ടിച്ചെടുക്കണമെന്ന ആലോചനയിൽ ആനന്ദ് നടത്തിയ ആദ്യ പരീക്ഷണം തന്നെ വിജയകരമായി. പേനയും പെയിന്റും വാട്ടർ കളറും എല്ലാം ഉപയോഗിച്ച് വരച്ചെടുക്കുന്ന രൂപങ്ങൾ ബുക്കിന്റെ പുറം താളിൽ ഒട്ടിച്ച ശേഷം ഈറയിൽ കെട്ടി ഉറപ്പിക്കുന്നതോടെ മിനിയേച്ചർ രൂപങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകും. ആദ്യം നിർമ്മിച്ച് 101 പാള ഭൈരവിയുടെ 2 മിനിയേച്ചർ രൂപങ്ങൾ ആനന്ദ് പടയണിക്കോലമെഴുത്തിലെ തന്റെ ആശാന്മാർക്ക് സമ്മാനിച്ചു. കോലമെഴുത്ത് അഭ്യസിക്കാൻ തന്നെ വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമാണ്. കേവലം 4 വർഷത്തെ കോലമെഴുത്ത് കോലം തുള്ളൽ പഠനത്തിലൂടെ ആനന്ദ് നേടിയെടുത്ത കഴിവ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിലവിൽ ദേശദേവതയുടെ പ്രതീകമായി ഭദ്രകാളി സങ്കല്പത്തിൽ പടയണിക്കളത്തിലെത്തുന്ന 101 പാള ഭൈരവിയുടെയും പടയണിക്കളത്തിലെ ഉഗ്രമൂർത്തി കാലൻ കോലത്തിന്റെയും കാഞ്ഞിരമാലയുടെയും ഗണപതി, പക്ഷി, യക്ഷി തുടങ്ങിയവയുടെയുമൊക്കെ ചെറുരൂപങ്ങൾ ആനന്ദിന്റെ ശേഖരത്തിലുണ്ട്. പടയണിക്കോലങ്ങളുടെ ഓരോ ഘടകങ്ങൾക്കും സാങ്കേതിക നാമങ്ങളുണ്ട്. അവ മനസ്സിലാക്കുന്നതിന് പടയണി പഠിതാക്കൾക്ക് ഇത്തരം ചെറുമാതൃകകൾ ഏറെ പ്രയോജനപ്പെടുമെന്ന് പടയണി ആശാന്മാർ അഭിപ്രായപ്പെട്ടു. പടയണി പാഠ്യവിഷയമായതിനാൽ പഠനോപാധിയായി വിദ്യാർത്ഥികൾക്കും പടയണിക്കോലങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉപകരിക്കും.